ഡിസംബർ 3 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ അബ്ബോ, വിശുദ്ധ അഗ്രിക്കോള, വിശുദ്ധ അബിക്കൂസ്, വിശുദ്ധ അറ്റാലിയ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ 1552 കാലഘട്ടത്തിലായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജീവിച്ചിരുന്നത്. നവാരെ രാജാവിൻ്റെ കൗൺസിലിൻ്റെ പ്രസിഡന്റിൻ്റെ മൂന്നാമത്തെ മകനായിരുന്നു വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ. സ്പെയിനിൽ നവാറയിലുള്ള സേവ്യർ മാളികയിൽ 1506 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജനിച്ചത്. വളരെ ഉയർന്നൊരു ഭാവി തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനുണ്ടായിരുന്നു. എന്നാൽ 1529 മറ്റൊരു ബാസ്ക് വിദ്യാർത്ഥിയായ ലയോളയിലെ ഇഗ്നേഷ്യസിനെ ഫ്രാൻസിസിനോടൊപ്പം ഒരു മുറിയിൽ താമസിക്കാനായി നിയോഗിച്ചു. ഫ്രാൻസിസിനേക്കാൾ 15 വയസ്സ് സീനിയറായ ഒരു മുൻ സൈനികനായിരുന്നു വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോള. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചാൽ അവനെന്ത് പ്രയോജനം? യേശുവിൻ്റെ ഈ ചോദ്യം പാരീസ് സർവകലാശാലയിലെ ഒരു തത്വശാസ്ത്രാധ്യാപകനായ ഫ്രാൻസിസ് സേവ്യറിനോട് ഈശോ സഭാ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ചു ചോദിച്ചു. 24 വയസ്സുണ്ടായിരുന്ന ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിതൻ്റെ ചോദ്യം ഉടനടി ഒരു ചലനവും സൃഷ്ടിച്ചില്ല. എങ്കിലും ഏകദേശം 6 മാസങ്ങൾക്കുള്ളിൽ ഫ്രാൻസിസ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ക്ഷണം സ്വീകരിച്ച് ആധ്യാത്മിക അഭ്യാസങ്ങൾ നടത്തി. 1534 മോൺമാർത്രയിൽ വെച്ച് ഇഗ്നേഷ്യസ്, ഫ്രാൻസിസ്, പീറ്റർ, ഫാബർ തുടങ്ങിയ 7 പേർ കന്യാവ്രതവും ദാരിദ്ര്യവും അനുസരണയും മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ചുള്ള സേവനവും നേർന്നു. 1537 വെന്നീസിൽ വെച്ച് സേവ്യർ വൈദിക പട്ടം സ്വീകരിച്ചു. അനന്തരം വെനീസ്, ബൊളോഞ്ഞെ, റോമ എന്നീ സ്ഥലങ്ങളിൽ കുറേ കാലം ജോലി ചെയ്തു. പോൾ മൂന്നാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ലിസ്ബണിൽ നിന്ന് 1541 ഏപ്രിൽ 7 ഇന്ത്യയിലേക്ക് പുറപ്പെടുകയും പിറ്റേ കൊല്ലം മെയ് 6 ഇന്ത്യയിലെത്തുകയും ചെയ്തു. മാർപ്പാപ്പയുടെ ഇന്ത്യയിലെ പ്രതിനിധിയായി വർത്തിക്കുന്നതിന് നിയമന ഉത്തരവ് ലഭിച്ചിരുന്നുവെങ്കിലും അത് പരസ്യപ്പെടുത്താതെ വിനീത വൈദികനായി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ അദ്ദേഹം ജീവിച്ചു. അവരുടെ വ്യഭിചാരവും മദ്യപാനവും ദുർമാതൃകയും വിശുദ്ധൻ എതിർത്തിരുന്നതിനാൽ അവർ അദ്ദേഹത്തെ ദ്രോഹിക്കുകയല്ലാതെ ഒരു സഹായവും നൽകിയിരുന്നില്ല. ഇന്ത്യ, മലാക്ക, ജപ്പാൻ എന്നീ 3 രാജ്യങ്ങളിൽ 10 വർഷം ഫ്രാൻസിസ് സേവ്യർ അധ്വാനിച്ചു. ദരിദ്രരുടെ ഭക്ഷണം കഴിച്ച് ദരിദ്രരോടുകൂടെ അദ്ദേഹം ജീവിക്കുകയാണ് ചെയ്തത്. മലർപ്പൊടിയും കഞ്ഞിവെള്ളവുമായിരുന്നു ഭക്ഷണം. പകൽ പ്രസംഗത്തിലും പഠനത്തിലും, രാത്രി ദീർഘമായ പ്രാർത്ഥനയിലും അദ്ദേഹം കഴിച്ചുകൂട്ടി. ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്ന ആധ്യാത്മിക ആഹ്ലാദങ്ങളുടെ ഇടയിൽ അദ്ദേഹം അപേക്ഷിക്കുമായിരുന്നു: മതി കർത്താവെ, മതി. സങ്കടങ്ങളും കുരിശുകളും വരുമ്പോൾ കുറേ കൂടി കർത്താവെ, കുറേ കൂടി എന്ന് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പലയിടങ്ങളിലായി വിശുദ്ധൻ 3 ലക്ഷം പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നു. ദോഷൈക ദൃക്കുകൾ പോലും അദ്ദേഹം കേരളത്തിലും കൊറമാൻഡൽ തീരത്തും ഗോവയിലുമായി സ്വന്തം കരങ്ങൾ കൊണ്ട് 50,000 പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. വാഡഗാസ് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ രാജാവിനെ ആക്രമിച്ചപ്പോൾ വിശുദ്ധൻ ഒരു കുരിശ് കയ്യിൽ പിടിച്ച് ഏതാനും ക്രിസ്ത്യാനികളോട് ചേർന്ന് ഇനി മുന്നോട്ട് നീങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ അവർ മടങ്ങി. അതിന് കൃതജ്ഞതയായി മഹാരാജാവ് വലിയ അച്ഛൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകി. ജപ്പാനിൽ സാധാരണ ജനങ്ങളോട് സംസാരിക്കാനും അവരെ പഠിപ്പിക്കുവാനും വിശുദ്ധന് സാധിച്ചിരുന്നു. ജപ്പാനിൽ നിന്ന് ഫ്രാൻസിസ് ചൈനയിലേക്ക് പോകാൻ ആഗ്രഹിച്ചുവെങ്കിലും ഹോങ്കോങ്ങിൽ നിന്ന് 100 നാഴിക തെക്ക് പടിഞ്ഞാറ് സാൻസിയൻ ദ്വീപിൽ വെച്ച് ടൈഫോയിഡ് പിടിച്ച് 1552 ഡിസംബർ 2 വെള്ളിയാഴ്ച യേശുവിൻ്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് സമാധാനത്തിൽ വിശുദ്ധൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ കാലം അഴുകാതെയിരുന്നു. ഇപ്പോഴും പൂർണ്ണമായി അഴുകാതെ പഴയ ഗോവയിൽ ഉണ്ണീശോയുടെ ബസിലിക്കയിൽ അത് സൂക്ഷിക്കപ്പെടുന്നു. 1622 മാർച്ച് 12 ഗ്രിഗറി 15 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ കത്തോലിക്ക പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇങ്ങനെ പറയുകയുണ്ടായി: എനിക്ക് ആത്മാക്കളെ തരിക, ശേഷമെല്ലാം അങ്ങെടുത്തുകൊള്ളുക. സ്വന്തം കാര്യം നോക്കാതെ ആത്മാർത്ഥമായി യേശുവിൻ്റെ താല്പര്യങ്ങൾക്കായി പരിശ്രമിക്കുന്ന കൂടുതൽ മിഷണറിമാരുണ്ടായിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെടുമായിരുന്നു. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറെ ഈ ലോകത്ത് മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യാസിനികളെയും ആത്മായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കുവാൻ പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.